ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ്. എങ്ങനെയാണ് സ്വയം ഒരുങ്ങുന്നത് എന്നുള്ളത്. ഡെയിലി ലൈഫിൽ നമുക്ക് ആവശ്യമുള്ള ഒന്നല്ല മേക്കപ്പ്. സാധാരണ പുറത്തു പോകുമ്പോൾ നാച്ചുറലായിട്ട് പോകുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ ഒരു വിവാഹം, എൻഗേജ്മെൻറ്റ് പോലുള്ള ചടങ്ങുകളൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ കല്യാണം ഉറപ്പിക്കൽ, അതിനിപ്പോൾ എല്ലാ മണവാട്ടിമാർക്കും ബ്യൂട്ടി പാർലറിൽ പോകാൻ താല്പര്യമുണ്ടാവില്ല. അതുപോലെയുള്ള ചടങ്ങുകൾക്കൊക്കെ സ്വയം ഒരുങ്ങാനായിട്ട് താല്പര്യമുള്ളവരുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നാച്ചുറൽ ലുക്ക് തോന്നുകയും ചെയ്യണം, എന്നാൽ നമ്മുടെ മുഖത്തുള്ള അല്ലെങ്കിൽ ചർമ്മത്തിലുള്ള ഇംപെർഫെക്ഷൻസ് പൂർണ്ണമായിട്ട് മറയ്ക്കുകയും വേണം. മേക്കപ്പിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ തിരഞ്ഞെടുക്കാം, അതെങ്ങനെ ഉപയോഗിക്കാം, ഈ 3 കാര്യങ്ങൾ കൂടി ചേർന്നാൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് മേക്കപ്പ് ആവുകയുള്ളൂ, അല്ലെങ്കിൽ പൂർണ്ണമാവുകയുള്ളൂ. ഞാൻ പ്രധാനമായിട്ടും സ്കിന്നിലെ മേക്കപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ മേക്കപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മുഖം വൃത്തിയാക്കുക എന്നുള്ളതാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടത് ക്ലെൻസറാണ്. ക്ലെൻസർ നമ്മൾ ഓൾറെഡി നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ഓൾ വീഡിയോസിൻ്റെ ലിങ്ക് വയ്ക്കുന്നുണ്ട്. നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ക്ലെൻസിങ് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. അപ്പോൾ മുഖം വൃത്തിയാക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ക്ലെൻസ് ചെയ്ത ശേഷം മുഖം ഐസ് ക്യൂബ് ഉപയോഗിച്ച് മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. എത്ര ടൈം മസാജ് ചെയ്യാൻ പറ്റുമോ അത്രയും ടൈം ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. കാര്യം മേക്കപ്പ് നന്നായിട്ട് ഫിക്സ് ചെയ്ത് കൂടുതൽ ലാസ്റ്റ് ചെയ്യാനായിട്ട് ഐസ് ക്യൂബ് ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും. സെക്കൻഡ് സ്റ്റെപ്പ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ നല്ല ഒരു മോയ്സ്ചറൈസർ വാങ്ങുക. അത് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കിയ ശേഷം, അതായത് ഇപ്പോൾ ഓയിലി സ്കിൻ ആണെങ്കിൽ ഓയിൽ ഫ്രീ ആയിട്ടുള്ള മോയ്സ്ചറൈസർ വേണം വാങ്ങാനായിട്ട്. ഇപ്പോൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമുക്ക് ഓയിൽ ഉള്ള മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം, അതിൽ പ്രോബ്ലമില്ല. ഡ്രൈ സ്കിന്നിന് ഉള്ള മോയ്സ്ചറൈസർ മിക്കവാറും ഓയിലും വാട്ടർ കണ്ടൻറ്റും ഒക്കെ കൂടിയതായിരിക്കും. ചിലരുടെ സ്കിന്നിന് കോമ്പിനേഷൻ ആയിരിക്കും. കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ മുഖത്തിൻ്റെ അല്ലെങ്കിൽ ചർമ്മത്തിൻ്റെ ഒരു ഭാഗത്ത് ഓയിലി, ഒരു ഭാഗത്ത് ഡ്രൈ ആയിരിക്കും. ഇവർക്ക് ക്രീം ഓർ ലോഷൻ ടൈപ്പ് മോയ്സ്ചറൈസർ അവൈലബിൾ ആണ്. അപ്പോൾ അത് നോക്കി വാങ്ങുക. ബ്യൂട്ടി പ്രോഡക്റ്റുകൾ വാങ്ങാൻ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് സ്പെൻഡ് ചെയ്യാൻ സമയമുണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ വാങ്ങുന്ന പ്രോഡക്റ്റിന് നമുക്ക് നല്ല റിസൾട്ട് കിട്ടണം, അല്ലേ? അപ്പോൾ അതിന് ടൈം എടുത്ത് നോക്കി വേണം വാങ്ങാനായിട്ട്. നല്ലൊരു മോയ്സ്ചറൈസറാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് സ്കിന്നിനെ ബാലൻസ് ചെയ്യാനും മുഖത്തെ ചുളിവുകളൊക്കെ കുറയ്ക്കുവാനും സഹായിക്കും. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺസീലറാണ്. ഹൈ ഡെഫിനിഷൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാത്ത എല്ലാവരും തന്നെ കൺസീലർ ഉപയോഗിക്കണം. നമ്മുടെ സ്കിന്നിലുള്ള നെഗറ്റീവ് മാർക്സ് അല്ലെങ്കിൽ നെഗറ്റീവ് ലൈൻസ് ഒക്കെ ഹൈഡ് ചെയ്യാനാണ് കൺസീലർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ മുഖക്കുരു വന്ന പാടുകൾ, കുഴികൾ, കണ്ണിന് ചുറ്റും കറുപ്പ് നിറമുള്ളവരുണ്ട്. അതുപോലെ തന്നെ മൂക്കിൻ്റെ സൈഡിൽ ഡാർക്ക് ഉള്ളവർ, കണ്ണട യൂസ് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന പാടുകൾ, ചുണ്ടിന് ചുറ്റും നിറവ്യത്യാസമുള്ളവരുണ്ട്. ഇതൊക്കെ നമുക്ക് ഹൈഡ് ചെയ്യാനായിട്ട് കൺസീലർ ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും. കൺസീലർ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മുടെ സ്കിന്നിൻ്റെ അല്ലെങ്കിൽ മുഖത്തെ സ്കിന്നിൻ്റെ നിറത്തേക്കാളും കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള കളർ വേണം തിരഞ്ഞെടുക്കാൻ എന്നുള്ള കാര്യം ഓർക്കുക. പൊതുവേ നമ്മൾ എന്തും വാങ്ങുമ്പോൾ നമ്മുടെ നിറത്തേക്കാളും കുറച്ചുകൂടി ഒരു ലൈറ്റർ ഷെയ്ഡാണ് വാങ്ങുന്നത്. ഇത് നമ്മുടെ ഈ മേക്കപ്പിനെ സംബന്ധിച്ച് അത്ര കറക്റ്റാണെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ കൺസീലർ വാങ്ങുമ്പോൾ നമ്മുടെ നിറത്തേക്കാളും ഡാർക്കായിട്ടുള്ള കൺസീലർ വാങ്ങുക. കൺസീലർ അപ്ലൈ ചെയ്യാനായിട്ട് നല്ലൊരു ബ്രഷ് കൂടി വാങ്ങുക. ഡാർക്ക് സ്പോട്ടോ അല്ലെങ്കിൽ സ്കിൻ പ്രോബ്ലംസോ ഒക്കെ ഉള്ളവർ ആ ഭാഗത്ത് കൺസീലർ ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ആകാനായിട്ട് ബ്രഷാണ് എപ്പോഴും നല്ലത്. ഇനി ഫോർത്ത് സ്റ്റെപ്പാണ് നമ്മുടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. ഫൗണ്ടേഷൻ വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് ഞാൻ അടുത്ത ദിവസം വരാം. അപ്പോൾ ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് ഉണ്ടായിരിക്കും. ഇനി നിങ്ങളിൽ പലർക്കും തോന്നുന്ന ഒരു ഡൗട്ടാണ്, ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കിന്നിന് യോജിക്കുമോ, അതെങ്ങനെ അറിയാം എന്ന് ചോദിച്ച് എന്നോട് ഒത്തിരി പേര് കമൻറ്റ് ചെയ്യാറുണ്ട്. ചേച്ചി അതെനിക്ക് യോജിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ സ്കിൻ പോലെയല്ല മറ്റൊരാളുടെ സ്കിൻ.
നമ്മളൊരു ബ്യൂട്ടി പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് ഷോപ്പിൽ പോയിട്ട് സെയിൽസ് എക്സിക്യൂട്ടീവിനോട് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുക. അവരത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്തു തരും 1-2 മണിക്കൂറിന് ശേഷം. അതല്ലെങ്കിൽ അടുത്ത ദിവസത്തിൽ നമുക്ക് പ്രോഡക്റ്റ് സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയാൽ നമുക്കത് വാങ്ങാവുന്നതാണ്. മിക്കവാറും ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന ഷോപ്പുകളിൽ ഇത്തരം സർവീസ് അവൈലബിൾ ആയിരിക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ മാത്രം നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതൊന്നും മുഖത്ത് യൂസ് ചെയ്യരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തുടർന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതുതായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒത്തിരി നന്മകൾ നേരുന്നു. നന്ദി, നമസ്കാരം.